സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അക്ഷരനഗരം എന്നറിയപ്പെടുന്നത്. അക്ഷരനഗരം കോട്ടയമാണ് അക്ഷരനഗരം എന്ന് അറിയപ്പെടുന്നത്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരായിരുന്നു? മേധാ പട്കർ ആയിരുന്നു. മേധാ പട്കർ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? റിഗർ എന്ന് അറിയപ്പെടുന്നത് കറുത്ത പരുത്തി മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് റിഗർ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിതമായ സ്ഥലമേത്? നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ സ്കൂൾ എവിടെയാണ് സ്ഥാപിതമായത്? കറുകച്ചാൽ ആണ്. കറുകച്ചാൽ. നിർവൃതി പഞ്ചകം രചിച്ചത് ആര്? നിർവൃതി പഞ്ചകം എന്ന കൃതി ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് നിർവൃതി പഞ്ചകം. ശ്രീനാരായണ ഗുരു. അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷ മർദ്ദം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാരോമീറ്റർ. ബാരോമീറ്റർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് തിരുവനന്തപുരം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട്. മലനാട് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങൾ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യത്തെ കേരളീയ കലാരൂപം ഏത്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. ഏത് വർഷമാണ്? 2001 പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. ഏതാണ്? കൂടിയാട്ടമാണ്. ഇനി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത് എന്ന് ചോദിച്ചാലോ? രണ്ടാമത്തേത് മുടിയേറ്റാണ്. 2010 പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. അപ്പൊ ആദ്യത്തേത് കൂടിയാട്ടം, വർഷം 2001. രണ്ടാമത്തേത് മുടിയേറ്റ, വർഷം 2010. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? നീരജ് ചോപ്ര ജാവലിനാണ്. ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര. ഇനി നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഹരിയാനയാണ്. നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം ഹരിയാന. അതുപോലെ ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഗോൾഡൻ ബോയ് ഓഫ് ഇന്ത്യ നീരജ് ചോപ്രയാണ്. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷം ഏതാണ്? കേരള ഹൈക്കോടതി സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1956 1956 കേരള ഹൈക്കോടതി സ്ഥാപിതമായത്. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശി. KT കോശി ആയിരുന്നു കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാണ്. 62 വയസ്സ്. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായമോ? സുപ്രീം കോടതി 65 വയസ്സാണ്. അപ്പൊ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാണ്. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്? ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത് എവിടെയാണ്? മദ്രാസിലാണ്. മദ്രാസിലാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്. ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ്?
1916 ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആനി ബസന്റ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ട് ആനി ബസന്റ് ആരംഭിച്ച പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, അതുപോലെ കോമൺവീൽ എന്നീ പത്രങ്ങൾ. ന്യൂ ഇന്ത്യ ആരുടേതാണ്? ആനി ബസന്റ്. കോമൺവീൽ ആരുടേതാണ്? ആനി ബസന്റ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആനി ബസന്റ് ആരംഭിച്ച പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ. ഗദ്ദർ പാർട്ടി ഏത് വർഷമാണ് സ്ഥാപിതമായത്? ഗദ്ദർ പാർട്ടി സ്ഥാപിതമായത് 1913. 1913 ഗദ്ദർ പാർട്ടി സ്ഥാപിതമായത്. ഗദ്ദർ പാർട്ടി എവിടെയാണ് ആരംഭിച്ചത്? ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഗദ്ദർ പാർട്ടി ആരംഭിച്ചത്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. ഗാന്ധിജി പങ്കെടുത്ത ഒരേയൊരു വട്ടമേശ സമ്മേളനം ഏതാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിൽ ഗാന്ധിജി പങ്കെടുത്തത് ഏത് വട്ടമേശ സമ്മേളനത്തിലാണ്? 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ്. 1931 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഏത് നഗരത്തിലാണ്? വട്ടമേശ സമ്മേളനങ്ങൾ ഏത് നഗരത്തിലാണ് നടന്നത്? ലണ്ടനിലാണ്. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. വട്ടമേശ സമ്മേളനങ്ങളിൽ ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ആരായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങളിൽ ദളിതർക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ. റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? റാംസേ മക്ഡൊണാൾഡ് ആയിരുന്നു. റാംസേ മക്ഡൊണാൾഡ് ആണ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു ചേർത്ത ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. റാംസേ മക്ഡൊണാൾഡ്. പൂന ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? പൂന ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1932. 1932 പൂന ഉടമ്പടി ഒപ്പുവെച്ചത്. 1932. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ ആണ്. ജയപ്രകാശ് നാരായൺ ആണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ആരാണ്? അരുണ അസഫ് അലിയാണ്. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് അറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 9. കേരള PSC രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? കേരള PSC രൂപീകരിക്കപ്പെട്ട വർഷം 1956. കേരള PSC രൂപീകരിക്കപ്പെട്ട വർഷം 1956. PSC മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ്? PSC മെമ്പർമാരെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന ഗവർണറാണ് PSC മെമ്പർമാരെ നിയമിക്കുന്നത്. PSC അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? PSC അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അപ്പൊ PSC മെമ്പർമാരെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവർണറാണ്. അതുപോലെ PSC അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും കണക്കാക്കുക. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. രാജ്യസഭ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭാ അംഗം 30 വയസ്സാണ്. 30 വയസ്സ്. ലോകസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം? ലോകസഭാംഗം 25 വയസ്സാണ്. 25 വയസ്സ്. ഇനി രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭ സ്ഥിരം സഭയാണ്. രാജ്യസഭ എന്നതൊരു സ്ഥിരം സഭയാണ്.
വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ ഏതാണ്? വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം ആരുടെ നോവലാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലാണ്. ഇന്ത്യൻ ഭരണഘടന വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് എന്ന്. ഇന്ത്യൻ ഭരണഘടന വന്ദേ മാതരത്തെ ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത് 1950 ജനുവരി 24 1950 ജനുവരി 24. ഇപ്പൊ ദേശീയ ഗാനം ഏതാണ്? ദേശീയ ഗാനം ജനഗണമനയാണ്. ഈ ക്ലാസ്സിലെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്ന് കമന്റ് ചെയ്യുക. ദേശീയ ഗാനത്തെ അംഗീകരിച്ചത്. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ്. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. താമരയുടെ ശാസ്ത്രീയ നാമം? താമരയുടെ ശാസ്ത്രീയ നാമം നെലുംബോ ന്യൂസിഫറ എന്നതാണ്. നെലുംബോ ന്യൂസിഫറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. നെലുംബോ ന്യൂസിഫറ. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് താമരയെ അംഗീകരിച്ച വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? താമരയാണ്. ഏത് വർഷമാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് താമരയെ അംഗീകരിച്ചത്. താമരയുടെ ശാസ്ത്രീയ നാമം നെലുംബോ ന്യൂസിഫറ എന്നാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. 1950 ജനുവരി 26. ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ച വർഷം? ആര്യഭട്ട വിക്ഷേപിച്ചത് ഏത് വർഷം? 1975 1975 ഏപ്രിൽ 19 ആര്യഭട്ട വിക്ഷേപിച്ചത്. 1975 ഏപ്രിൽ 19. സൈലന്റ് വാലിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? സൈലന്റ് വാലിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സൈലന്റ് വാലിയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. സൈലന്റ് വാലി പദ്ധതിക്കെതിരെ നടന്ന സമരം നയിച്ച പ്രശസ്ത കവി? സൈലന്റ് വാലി പദ്ധതിക്കെതിരെ നടന്ന സമരം നയിച്ച പ്രശസ്ത കവി സുഗതകുമാരിയാണ്. സുഗതകുമാരി. സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏകദേശീയോദ്യാനം? സിംഹവാല കുരങ്ങുകൾ എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. സൈലന്റ് വാലി. സൈലന്റ് വാലി ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? സൈലന്റ് വാലി ഏത് ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്? നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലന്റ് വാലി. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് സൈലന്റ് വാലി. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആര്? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ്. ഫ്ലൂറസെന്റ് ബൾബുകളിലും നിയോൺ ലൈറ്റുകളിലും കാണുന്ന പദാർത്ഥാവസ്ഥ ഏത്? ഫ്ലൂറസെന്റ് ബൾബുകളിലും നിയോൺ ലൈറ്റുകളിലും കാണപ്പെടുന്നത് പ്ലാസ്മയാണ്. പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥാവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥാവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്. പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയായിട്ട് പരിഗണിക്കുന്നത്, പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. BEC, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എത്രാമത്തെയാണ്? 5ാമത്തെ അവസ്ഥയായിട്ട് പരിഗണിക്കുന്നത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം? വിറ്റാമിൻ സി അസ്കോർബിക് ആസിഡ് ആണ്. വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം അസ്കോർബിക് ആസിഡ്. നിലവിൽ സ്വത്തവകാശം ഏത് തരം അവകാശമാണ്? നിലവിൽ സ്വത്തവകാശം ഏത് തരം അവകാശമാണ്? നിയമാവകാശമാണ്. ലീഗൽ റൈറ്റ് ആണ്. നിലവിൽ സ്വത്തവകാശം ഏത് തരം അവകാശമാണ്? നിയമാവകാശമാണ്. അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ ആകാശത്തിന്റെ നിറം കറുപ്പ്. അന്തരീക്ഷം ഇല്ലായിരുന്നെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുപ്പ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ. അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ. അൾഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അൾഷിമേഴ്സ് ബാധിക്കുന്നത്
മസ്തിഷ്കത്തെയാണ്. അൽഷിമേഴ്സ് ബാധിക്കുന്നത് മസ്തിഷ്കത്തെയാണ്. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 110. മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 110 എന്തിനെ കുറിച്ച്? മണി ബില്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 110. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം. രചിച്ചത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. കൊൽക്കത്ത. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് എന്താണ്? രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ഏതാണ്? രാജ്യസഭയാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, രാജ്യസഭ. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ ഭുവനേശ്വറാണ്. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഭുവനേശ്വർ. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതായിരുന്നു? ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏതായിരുന്നു? നീലേശ്വരമായിരുന്നു. നീലേശ്വരം. ഓർണിത്തോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ഓർണിത്തോളജി എന്നത് പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. പക്ഷികൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയത് ഉത്തരാഖണ്ഡാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര്? നാനാ സാഹിബ് ധോണ്ടു പാന്ത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ധോണ്ടു പാന്ത്. 1857 ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? 1857 കലാപത്തിൽ ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാനാണ്. ഖാൻ ബഹാദൂർ ഖാൻ. ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹാദൂർ ഖാൻ. നാനാ സാഹിബ് 1857 കലാപത്തിന് എവിടെയാണ് നേതൃത്വം നൽകിയത്? നാനാ സാഹിബ് കാൺപൂരിലാണ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ ആര്? അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാനാണ് 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അസിമുള്ള ഖാൻ. 1857 രോഹിൽഗഡില് കലാപം നയിച്ചത് ആര്? രോഹിൽഗഡിലെ കലാപം നയിച്ചത് ഖാൻ ബഹാദൂർ ഖാനാണ്. രോഹിൽഗഡിൽ ഖാൻ ബഹാദൂർ ഖാൻ. ഏത് സംഭവത്തെ തുടർന്നാണ് വിക്ടോറിയ മഹാറാണി 1858 വിളംബരം പുറപ്പെടുവിച്ചത്? 1858 വിളംബരം പുറപ്പെടുവിക്കാനുണ്ടായ സാഹചര്യം 1857 കലാപത്തെ തുടർന്നാണ്. 1857 കലാപത്തെ തുടർന്നാണ് വിക്ടോറിയ മഹാറാണി 1858 വിളംബരം പുറപ്പെടുവിച്ചത്. 1857 വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്ത് നേതൃത്വം നൽകിയത്? ആറയിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ്. കൺവർ സിംഗ്. 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആര്? 1857 കലാപത്തിന്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗ് ആണ്. കൺവർ സിംഗ്. 1857 കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരം ഏത്? 1857 കലാപകാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ബഹദൂർ ഷാ രണ്ടാമന്റെ പേരിൽ പുറപ്പെടുവിച്ച വിളംബരമാണ് അസംഗഡ് വിളംബരം. അസംഗഡ് വിളംബരം. 1857 കലാപകാലത്ത് അവധ് മേഖലയിൽ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആര്? അവധില് കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. 1857 കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഹം ഹേ ഇസ്കാ മാലിക് എന്ന ഗാനം രചിച്ചത് ആര്? 1857 കലാപകാലത്ത് വിപ്ലവകാരികൾ മീററ്റിൽ നിന്നും ഡൽഹിയിലേക്ക് മാർച്ച് പാസ്റ്റ് നടത്തിയപ്പോൾ പാടിയ ഹം ഹേ ഇസ്കാ മാലിക് എന്ന ഗാനം രചിച്ചത് അസിമുള്ള ഖാനാണ്. അസിമുള്ള ഖാൻ.
1857 കലാപത്തിൽ ബറൌട്ടിൽ നേതൃത്വം നൽകിയത് ആരാ? ബറൌട്ടില് ഷാമാലാണ്, ഷാമാൽ. മീററ്റിൽ 1857 കലാപം നയിച്ചത് ആരാണ്? മീററ്റില് കദ്ദം സിംഗ് ആണ്, കദ്ദം സിംഗ്. 1857 കലാപകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, ബീഗം ഹസ്രത്ത് മഹൽ. മംഗൾ പാണ്ഡെ എവിടെ വെച്ചാണ് തൂക്കിലേറ്റിയത്? മംഗൾ പാണ്ഡ തൂക്കിലേറ്റപ്പെട്ടത് എവിടെ വെച്ചാണ്? ബാരക്പൂരിൽ വെച്ചാണ് മംഗൾ പാണ്ഡ തൂക്കിലേറ്റപ്പെട്ടത്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെയായിരുന്നു, മംഗൾ പാണ്ഡെ. ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് ആരാണ്? ഝാൻസി റാണിയാണ്, ഝാൻസി റാണി. 1857 വിപ്ലവത്തിന് ലാലാ ജയ്ദയാൽ എവിടെയാണ് നേതൃത്വം നൽകിയത്? ലാലാ ജയ്ദയാൽ നേതൃത്വം നൽകിയത് കോട്ടയിലാണ്, രാജസ്ഥാനിലെ കോട്ടയിലാണ് ലാലാ ജയ്ദയാൽ നേതൃത്വം നൽകിയത്, രാജസ്ഥാനിലെ കോട്ട. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം എവിടെയാണ്? മീററ്റിലാണ്, മീററ്റ്. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? മണിറാം ദത്ത ആസാമിലാണ്, ആസാം, മണിറാം ദത്ത ആസാം. 1857 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയതാരാണ്? ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ ആണ്, ഖാൻ ബഹാദൂർ ഖാൻ. അലഹബാദിൽ നേതൃത്വം നൽകിയതാരാണ്? അലഹബാദിലെ ലിയാഖത്ത് അലിയാണ്. 1857 വിപ്ലവത്തിന് അലഹബാദിൽ നേതൃത്വം നൽകിയത് ലിയാഖത്ത് അലി. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അഥവാ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആര്? ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി അഥവാ സ്വതന്ത്ര ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഝാൻസി റാണി. 1857 വിപ്ലവത്തിന് കുളുവിൽ നേതൃത്വം നൽകിയതാരാണ്? കുളുവിലെ രാജാ പ്രതാപ് സിംഗ് ആണ്, രാജാ പ്രതാപ് സിംഗ്. മുറാദാബാദിൽ നേതൃത്വം നൽകിയതാരാണ്? മുറാദാബാദില് അബ്ദുൾ അലി ഖാൻ ആണ്, അബ്ദുൾ അലി ഖാൻ. അടുത്ത ചോദ്യം, നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? നിലവിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ജ്ഞാനപീഠത്തിന് അർഹയായ ആദ്യ വനിത ആശാപൂർണ ദേവിയാണ്, ആശാപൂർണ ദേവി. മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? മൈദാമാവിൽ അടങ്ങിയിരിക്കുന്നത് ഗ്ലൂട്ടൻ ആണ്, ഗ്ലൂട്ടൻ. മൈദാമാവിലെ പ്രോട്ടീൻ ഗ്ലൂട്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഡൽഹി മെട്രോയാണ്, ഡൽഹി മെട്രോയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ. ഒരു വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ജഡത്വത്തിന് എന്ത് സംഭവിക്കുന്നു? ജഡത്വത്തിന് മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം കൂടുകയാണ് ചെയ്യുന്നത്, കൂടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ പേ വിഷവിമുക്ത സംസ്ഥാനം ഗോവ. സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് ആര്? സർ സി പി രാമസ്വാമി അയ്യർ നിരോധിച്ച വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം രചിച്ചത് പി ഭാസ്കരനാണ്, പി ഭാസ്കരൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.